ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇതിൽ ഞാൻ കോക്കനട്ടൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചൂടായിട്ടുള്ള ഒരു കടായിലോട്ട് നമുക്ക് അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. വഴന്ന് വരാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഫ്രൈ ആവണ വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഇതിന്ന് 2 ടേബിൾ സ്പൂണ് സവാള ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് ഓനിയന് നമുക്ക് മാറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ്, കാർഡമം പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല. നമുക്കിതൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ലോണം മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വഴറ്റിയിട്ടെടുക്കണം. ഈ സമയത്ത് നമുക്ക് ചിക്കനിൽ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു കടായിലോട്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പു, ഒരു 3-4 കഷ്ണം പട്ട, പിന്നെ കുറച്ച് പെപ്പർകോണ്, 2-3 ബേ ലീഫ്, ഇതൊന്നും നമുക്ക് പൊട്ടിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സ്പൈസസൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് 3/4 വേവ് ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പ് തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. തൈരും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് വെള്ളം വറ്റി ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒനിയനും അതിലോട്ട് ഞാൻ കുറച്ചൊരു 10 ബദാം പരിപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നല്ലോണം കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. ഈ റോസ് വാട്ടർ നമ്മൾ ചിക്കനിലോട്ട് ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ കറി റെഡിയായി കിട്ടും.
അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.